We will study the dimension of a vector space. Let B be a basis of a vector space V. If B is finite, then the vector space V is called finite dimensional, and the number of elements of B is called the dimension of V. So, V എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് ചോദിക്കാം. ഫൈനൈറ്റ് ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വെക്ടർ സ്പേസിനെ, ബി ഫൈനൈറ്റ് ആണെങ്കിൽ ഈ വെക്ടർ സ്പേസ് വിനെ നമ്മൾ പറയും ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. പിന്നെ ബിയിലുള്ള, അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. ഡയമെൻഷൻ ഓഫ് ബി എന്നല്ല പറയുക, ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് ആണ് പറയുക. ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് വി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസിസിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ബിയിൽ n വെക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ഇഫ് ബി ഹാസ് n വെക്ടേഴ്സ്, ബിയിൽ n വെക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിനെ നമ്മൾ പറയും n dimensional എന്ന് പറയും. Then the vector space V is called n dimensional. n dimensional എന്ന് പറയും. n dimensional vector space. നമ്മൾ ഡയമെൻഷനെ എഴുതുക എങ്ങനെയാണ്? ഡിനോട്ട് ചെയ്യുക, റിട്ടൺ ആസ് ഡയമെൻഷൻ DIM ഉള്ളൂ, V ഈക്വൽ ടു n. ഡയമെൻഷൻ ഓഫ് V എന്ന് പറയുന്നത് ഈ കേസിൽ n ആണ്. റിട്ടേൺ ആസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഡയമെൻഷൻ ഓഫ് V ഈക്വൽ ടു n. ഇനി ബേസിസ് B എന്ന് പറയുന്നത് ഫൈനൈറ്റ് അല്ല. ഇഫ് B ഈസ് ഇൻഫൈനൈറ്റ്, ഇഫ് B ഈസ് ഇൻഫൈനൈറ്റ് ആണ് വിചാരിക്കും. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഇൻഫൈനൈറ്റ് ആണെങ്കിൽ then the vector space V is called infinite dimensional. Infinite dimensional എന്ന് പറയും. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ. ഡയമെൻഷനൽ. ഇനിയിപ്പോൾ തേർഡ് കേസ്, ഇഫ് ബി എന്ന് പറഞ്ഞ വെക്ടർ, ഈ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞ വെക്ടർ മാത്രമേ ഉള്ളൂ. Then V has dimension 0. Then V has dimension 0. That is dimension V equal to equal to 0 എന്ന് എഴുതാം. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിന് ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു സെറ്റ്, ഒരു ബേസിസ് തന്നെ എടുക്കാം. നമ്മൾ R2ന്റെ ബേസിസ്. ഫസ്റ്റ് എക്സാമ്പിൾ 1. Consider a subset S equal to 1 0 0 1. ഇതൊരു ബേസിസ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. പിന്നെ ബേസിസ് ആണ്, ഇതിലെ എലമെന്റ്സിന്റെ എണ്ണം എന്താ? ബേസിസ് ഓഫ് ഫോം എ ബേസിസ് ഫോർ R2 അല്ലേ? ഫോം ബേസിസ് ഫോർ R2 ആണ്. R2ന്റെ ബേസിസ് ആണ്. ഇനി നമ്മൾ R2ന്റെ ഡയമെൻഷൻ കാണാനാണ് പോകുന്നത്. R2ന്റെ ബേസിസ് ആയതുകൊണ്ട് R2ന്റെ ഡയമെൻഷൻ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? എസിലെ എലമെന്റ്സിന്റെ എണ്ണം. എസിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 2 എലമെന്റാണ് ഉള്ളത്. എസിൽ 2 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്. ഡയമെൻഷൻ ഓഫ് R2 എന്ന് പറയുന്നത് എന്താ? 2 ആണ്. വിച്ച് ഈസ് ഫൈനൈറ്റ്. R2 is finite dimensional. R2 is finite dimension and dimension of R2.
ഡയമെൻഷൻ ഓഫ് R2 എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ 2 എലമെന്റ് ആണ്, അപ്പൊ 2 ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ നമ്മൾ ഇന്നലെ കൺസിഡർ Rnന്റെ കേസിൽ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തത്? അവിടെ എടുത്ത E1 E2 എക്സെട്ര En ആണ് അല്ലേ? അപ്പോൾ ഇത് ബേസിസ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഫോം എ ബേസിസ് ഫോർ Rn ഇതെന്ന് പറഞ്ഞാൽ ബേസിസ് ഓഫ് Rn ആണ്. അപ്പോൾ ഇതിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയാ? n ആണ്. ഇതിപ്പോൾ ഫൈനൈറ്റ് ആണ്. Rn ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്. അതുകൂടാതെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് Rn. ഇവിടെ എത്ര വെക്ടേഴ്സ് ഉണ്ട് ബേസിസിൽ? n. അപ്പൊ ഡയമെൻഷൻ ഓഫ് Rn എന്ന് പറയുന്നത് n ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിള് നമ്മുടെ വേറെ പോളിനോമിയലിന്റെ കേസ്. പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള അതിന്റെ ബേസിസ് എന്തായിരുന്നു ഇന്നലെ കണ്ടത്? 1 x സ്ക്വയർ എക്സെട്ര x⁻n. ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് അല്ലെ? സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് Pn. പോളിനോമിയൽ ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് n അല്ലെങ്കിൽ ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് Pn. അപ്പൊ അതിന്റെ ബേസിസ് ആണ്. ഇനി നമുക്ക് Pnന്റെ ഡയമെൻഷൻ കാണാം. ഡയമെൻഷൻ ഓഫ് Pn. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇവിടെ 1 2 3. ഇവിടെ x സ്ക്വയർ എത്തുമ്പോഴാണ് 3 ആവുന്നത്. അപ്പൊ ഇവിടെ x⁻n ആവുമ്പോൾ n+1 എലമെന്റ്സ് ഉണ്ടാവും. ഇവിടെ ഈ പവർ 1 ആണ്. 1 2 3 എക്സെട്ര n ഉണ്ട്. അതുകൂടാതെ ഒരു 1 കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n+1 ആണ്. ഇതും ഫൈനൈറ്റ് ഡയമെൻഷനാണ്. നമുക്ക് കുറെ ഫൈനൈറ്റ് ഡയമെൻഷൻ ഉള്ളത് നമ്മൾ മുന്നേ ചെയ്ത എക്സാമ്പിളൊക്കെ എടുത്ത് നോക്കുക. അതിന്റെ ഡയമെൻഷൻ എന്താ എന്നൊക്കെ എടുത്ത് നോക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ വെക്ടർ സ്പേസുകൾ ചെയ്തായിരുന്നു അല്ലെ? Cn of I ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ n ടൈംസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഓൺ ആൻ ഇന്റർവെൽ I. n ടൈംസ് continuously differentiable functions on an interval I. ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റും. ഇത് എത്ര ഈ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എത്ര ഫംഗ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എത്രയോ ഫംഗ്ഷൻസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറൻഷ്യബിൾ ആണ്. അത് നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പൊ ഇതാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഫൈനൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളത് ഇതുപോലത്തെ കുറെ ഫങ്ഷൻസ് ഒക്കെയാണ് ഉണ്ടാവുക.